എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജി മഞ്ചേരി. രാമകഥാമൃതം തുടരുകയാണ്. ചില കഥാപാത്രങ്ങളെക്കുറിച്ച് സന്ദർഭങ്ങളെക്കുറിച്ചൊക്കെ വിവരിക്കുമ്പോൾ പലർക്കും പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ പറയുന്നതിലെ ചില തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടോ, ഇത്രയധികം രാമായണങ്ങളുണ്ടോ, അതോ വെറുതെ പറയുകയാണോ എന്നൊക്കെയുള്ള ചില സംശയങ്ങളൊക്കെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജുകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം രാമകഥ പറയലല്ല, മറിച്ച് രാമായണം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകവും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബഹുസ്വരതയുടെ ശബ്ദവുമാണ്. അതിന് ജാതിയോ മതവുമായിട്ട് യാതൊരു ബന്ധവും ഞാൻ കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രാമായണത്തെ വ്യാഖ്യാനിക്കുന്ന സന്ദർഭത്തിൽ പല സന്ദർഭങ്ങളിലും എത്ര രാമായണം ഉണ്ട് എന്ന ചോദ്യത്തിന് പലതരത്തിലുള്ള ഉത്തരങ്ങൾ തേടി ഒരു യാത്രയുണ്ട്. ഞാൻ കണ്ടെത്തിയ രാമായണങ്ങളുടെ എണ്ണവും പ്രാധാന്യവും ഒക്കെ വിശദമാക്കുന്ന ഒരു വീഡിയോയാണ് എത്ര രാമായണങ്ങളാണ് ഭാരതത്തിലുള്ളത് അല്ലെങ്കിൽ ലോകത്തിലുള്ളത്. മലകളും പുഴകളും പർവ്വതങ്ങളും നിലനിൽക്കുന്നിടത്തോളം കാലം രാമകഥയും രാമായണവും നിലനിൽക്കുമെന്നൊരു ചൊല്ലുണ്ട്. മലയാളത്തിൽ നമ്മൾ പാടി പഠിക്കുന്ന പല രാമകഥാ പാട്ടുകളും അല്ലെങ്കിൽ രാമായണത്തിൻ്റെ കഥകളുമൊക്കെ ആരാണ് നമുക്കായി സംഭാവന നൽകിയത്? ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ച എം വെബ്ബാർ, എച്ച് യാക്കോബി, അതുപോലെ തന്നെ ദിനേശ് ചന്ദ്രൻ, MK രാമാനുജൻ മുതലായ ആളുകളുണ്ട്. അവരൊക്കെ നടത്തിയ പഠനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് എത്ര രാമായണങ്ങൾ, യഥാർത്ഥ രാമൻ ആരുടേത് എന്ന ചിന്ത. അതിൽ MK രാമാനുജൻ്റെ 300 രാമായണങ്ങളും ഉദാഹരണങ്ങളും 300 രാമായണങ്ങളും 5 ഉദാഹരണങ്ങളും എന്ന് തുടങ്ങുന്ന ഒരു സെമിനാർ പ്രബന്ധമുണ്ട്. അതിൽ അദ്ദേഹം വ്യത്യസ്ത തരത്തിലുള്ള രാമായണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദിനേശ് ചന്ദ്രൻ്റെയും യാക്കോബിയുടെയൊക്കെ പുസ്തകങ്ങളിൽ ഈ രാമായണത്തിൻ്റെ വ്യത്യസ്ത രാമായണങ്ങളെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. അവയുടെ ലിസ്റ്റ് ഞാൻ പുറകെ പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഭാരതത്തിലെമ്പാടും പ്രചരിക്കുന്ന രാമായണം എന്ന് പറയുന്നത് വാൽമീകിയുടെ രാമായണമാണ്. ആ വാൽമീകി രാമായണം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, പുരാണത്തിൽ സംസ്കൃതവുമായി ബന്ധപ്പെട്ട് ആ സംസ്കൃതത്തിൽ വിരചിതമായിട്ടുള്ള രാമനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടുള്ള രാമായണമാണ് വാൽമീകി രാമായണം. കോസലത്തിലെ നാടോടി കഥകളിൽ എല്ലാം കൂടെ പറഞ്ഞ് കേട്ടിരുന്ന കഥകളെ ഈ വാൽമീകി എന്ന് വിളിക്കപ്പെടുന്ന മഹർഷി എഡിറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഒറ്റ രാമായണമാക്കി ഇറക്കിയിരിക്കുകയാണ് എന്ന് ഒരു പഠനമുണ്ട്. അതെന്തും അവിടെ നിൽക്കട്ടെ. ഏതായാലും ഭാരതത്തിൽ വാൽമീകി തന്നെയാണ്, വാൽമീകി രാമായണം എഴുതിയ വാൽമീകി തന്നെയാണ് ആദ്യ കവിയായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ വാൽമീകി എഴുതിയ രാമായണത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് അതിന് വ്യാഖ്യാനങ്ങളും വിവർത്തനങ്ങളും ഒക്കെയാണ്. അങ്ങനെ ഭാരതത്തിൽ എല്ലായിടത്തും ഒരേപോലെ പ്രചരിച്ച ഒരു രാമായണം എന്നുള്ള നിലയിൽ വാൽമീകി രാമായണമാണ് ഒന്നാമത് നിൽക്കുന്നത്. അതിന് തൊട്ട് താഴെ പ്രചാരത്തിലുള്ളത് തമിഴിലെ കമ്പർ എഴുതിയ കമ്പരാമായണം എന്നുള്ളതാണ്. ഈ കമ്പരാമായണത്തിലാണ് മായാസീതയെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാമായണത്തെ അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ കമ്പരാമായണം തമിഴിൽ കൂടുതൽ പ്രചാരം നേടിയതിൻ്റെ കാരണം മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കഥാപാത്രമായിട്ട് രാമനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതിന് തൊട്ട് താഴെ നിൽക്കുന്നത് തുളസീദാസ രാമായണമാണ്. രാമചരിതമാനസം ഹിന്ദിയിലാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഹിന്ദിയിൽ എഴുതിയിട്ടുള്ള തുളസീദാസ രാമായണത്തിൽ മായാസീത എന്ന് പറയുന്ന സങ്കല്പം കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. വാൽമീകി രാമായണത്തിൽ ഇല്ലാത്തതും തുളസീദാസ രാമായണത്തിൽ അവതരിപ്പിച്ചതുമായ ഒരു കാര്യമാണ് ഈ മായാസീത എന്ന് പറയുന്ന സങ്കല്പം. അതിൽ നിന്നാണ് നമ്മൾ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണ കിളിപ്പാട്ടിലേക്ക് വരുന്നത്. ആ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണ കിളിപ്പാട്ടിലേക്ക് വരുമ്പോൾ രാമായണത്തിൽ ബാലകാന്ഡവും അതോടൊപ്പം തന്നെ ഉത്തരകാന്ഡവും എന്ന് പറയുന്ന 2 ഭാഗങ്ങൾ പിന്നീട് എഴുതി ചേർക്കപ്പെട്ടതാണെന്നും അതിൽ ആദ്യത്തെ ഭാഗങ്ങളിൽ വാൽമീകി എഴുതാത്തത് എഴുതി ചേർക്കപ്പെട്ടെന്നോ അല്ലെങ്കിൽ അവസാന ഭാഗങ്ങളിൽ രാമനെ ദൈവമായിട്ട് അവതരിപ്പിക്കുന്നത് ആദ്യ ഭാഗത്തും അവസാന ഭാഗത്തുമാണെന്നും അതിനിടയിലുള്ള ഭാഗങ്ങളിൽ രാമൻ കേവല മനുഷ്യനാണെന്നും ഒക്കെയുള്ള പഠനങ്ങളും ഇതോടൊപ്പം ഉണ്ട്.
ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണമാണ്. വാൽമീകിയുടെ രാമായണത്തിൻ്റെ ഒരു വിദൂര വിവർത്തനമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ അധ്യാത്മരാമായണ കിളിപ്പാട്ട്. വാൽമീകി രാമായണം അതേപടി സ്വീകരിച്ചിരിക്കുകയല്ല, അതിൻ്റെ ഒരു വിവർത്തനമാണ്, വിദൂര വിവർത്തനമെന്നാണ് പറയുന്നത്. എന്താണ് ഈ വിദൂര വിവർത്തനം എന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും 2-3 കാര്യങ്ങൾ എഴുത്തച്ഛൻ ബോധപൂർവം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട അതിന് വ്യാഖ്യാനിക്കേണ്ടത്. അതായത് മണിപ്രവാള കാലഘട്ടത്തിലെ അച്ചീചരിതങ്ങളിൽപ്പെട്ട് ഉടലുന്ന കേരളീയ സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് സാമൂഹികവും സാംസ്കാരികവുമായ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ ഭക്തിയുടെ വഴി തേടി പോകുന്ന അവസരത്തിൽ ആ ഭക്തി സംവർദ്ധകമായ ചില മെറ്റീരിയലുകൾ എഴുത്തച്ഛൻ ബോധപൂർവം രാമായണത്തിൽ കൂട്ടിച്ചേർത്തു. അതുമാത്രമല്ല, വാൽമീകി രാമായണത്തിൽ നിന്ന് വരുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം മായാസീതയെ എഴുത്തച്ഛൻ വേറൊരു രൂപത്തിൽ അവതരിപ്പിച്ചെന്ന. തുളസീദാസ രാമായണത്തിൽ അവതരിപ്പിച്ച മായാസീത എന്ന് പറയുന്ന സങ്കല്പം, തുളസീദാസ രാമായണവും അധ്യാത്മ രാമായണവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പോലും ആ തുളസീദാസ രാമായണത്തിൽ അവതരിപ്പിച്ച മായാസീത എന്ന സങ്കല്പത്തെ എഴുത്തച്ഛൻ അധ്യാത്മ രാമായണത്തിലും അവതരിപ്പിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തിലെ മായാസീത രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന ഇടത്ത് തൊട്ട് തുടങ്ങി യുദ്ധമൊക്കെ കഴിഞ്ഞ് സീതയെ വീണ്ടെടുത്ത് അഗ്നിശുദ്ധി വരുത്തിയതിന് ശേഷം പ്രത്യക്ഷപ്പെടുന്ന സീതയായിട്ടാണ് എഴുത്തച്ഛൻ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള സീത രാമായണത്തിൽ രാവണൻ്റെ കസ്റ്റഡിയിലാകുന്നതുവരെ, അത് തൊട്ട് അവിടെ നിന്ന് മോചിക്കപ്പെടുന്നത് വരെയുള്ള സീതയുടെ പാതിവൃത്യവും കുലധർമ്മവും പതിനിഷ്ഠയുമൊക്കെ എഴുത്തച്ഛൻ ബോധപൂർവം നന്നായിട്ട് മാറ്റി നിർത്തി ഒരു മായാസീതയെ അവതരിപ്പിച്ച് യഥാർത്ഥ സീതയെ അവിടെ കൊണ്ടുവരാതിരിക്കുന്ന എന്ന ഒരു തന്ത്രം സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തിൽ ഭക്തിയുടെ വലിയൊരു നീരൊഴുക്ക് നമുക്ക് കാണാൻ കഴിയും. ഭക്തിയിലൂടെ ജനത്തെ ഉദ്ബോധിപ്പിക്കുന്ന രൂപത്തിൽ എഴുത്തച്ഛൻ ആ രാമായണത്തിൽ തൻ്റെ കഥാസന്ദർഭങ്ങളിൽ ബോധപൂർവം സദുപദേശങ്ങളും സന്മനോഭാവങ്ങൾ വളർത്തേണ്ടതിൻ്റെയും ഭക്തിയുടെ ഒരു തലം സൃഷ്ടിച്ച് അതിലൂടെ സാംസ്കാരികമായ ഒരു ഉണർവിലേക്ക് നയിക്കുവാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാം. അങ്ങനെ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്, ഈ എഴുത്തച്ഛൻ കൂട്ടിച്ചേർത്ത ഭാഗങ്ങൾ എന്ന് പറയുന്നത് മായാസീത, ഭക്തിയുടെ നീരൊഴുക്ക്, അതോടൊപ്പം തന്നെ സാംസ്കാരികമായിട്ട് ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എന്നിങ്ങനെ നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ എഴുത്തച്ഛൻ്റെ രാമായണവും അധ്യാത്മ രാമായണവും കമ്പരാമായണവും തുളസീദാസ രാമായണവും ഒക്കെ വലിയ പ്രചാരം നേടിയെങ്കിലും അത്രയും പ്രചാരം നേടാത്തതും എന്നാൽ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതുമായ ഏകദേശം 30ഓളം രാമായണങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഈ 30ഓളം രാമായണങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ രാമായണത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ, രാമായണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടെ, ഇപ്പോൾ ഉദാഹരണത്തിന് മലയാളത്തിലെ ആദ്യത്തെ കൃതി എന്ന് കരുതപ്പെടുന്ന ശ്രീരാമൻ്റെ രാമചരിതം രാമായണത്തിൻ്റെ വ്യാഖ്യാനമാണ്. അതുപോലെ തന്നെ കണ്ണശ രാമായണം രാമായണത്തിൻ്റെ വ്യാഖ്യാനമാണ്. രംഗനാഥ സ്വാമി തെലുങ്കിലെഴുതിയ രംഗനാഥ രാമായണം അത്തരത്തിലൊന്നാണ്. ആനന്ദ രാമായണം അത്തരത്തിലൊന്നാണ്. ഇങ്ങനെ വ്യത്യസ്തമായ രാമായണങ്ങൾ പല ഭാഷകളിൽ ഉണ്ടായതും ആ ഉണ്ടായവയൊക്കെ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണോ നിലനിൽക്കുന്നത് എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായിട്ട് പാതാള രാമായണം എന്ന് പറയുന്ന ഒരു രാമായണം അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ പാതാള രാമായണത്തിലെ നായകൻ യഥാർത്ഥത്തിൽ രാവണനാണ് എന്നൊരു ചർച്ച വരുന്നുണ്ട്. അതായത് പാതാളം എന്ന് പറയുന്ന 14 ലോകങ്ങളെ കുറിച്ചൊരു സങ്കല്പമുണ്ടല്ലോ. ഈ 14 ലോകങ്ങളിലും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്ന ഇടത്ത് ഭൂമിയിൽ നിന്ന് ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകമെന്നും താഴേക്ക് അതലം, വിതലം, നിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം എന്നിങ്ങനെ 7 ലോകങ്ങളെന്നും അതിൽ 14 ലോകങ്ങളിൽ ഒന്ന് പാതാളമാണെന്നും ആ പാതാളത്തിൽ വിഷ്ണുവിനെ ഭയന്ന് ഓടിയ രാവണനുണ്ട്. ആ രാവണനെയും രാമനെയും നായകനാക്കിക്കൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു രാമായണമുണ്ട്, പാതാള രാമായണം എന്നാണ്. അതിലെ രാവണൻ യഥാർത്ഥത്തിൽ ലങ്കയിലെ രാവണനല്ല എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാതാള രാമായണം എന്നുള്ളത് മറ്റൊരു രാമായണമാണ്. അതുപോലെ തന്നെ വശിഷ്ഠ രാമായണം എന്ന് പറഞ്ഞാൽ
ഈ ദശരഥൻ്റെ കുലഗുരുവാണ് വസിഷ്ഠൻ. ഈ വസിഷ്ഠൻ എഴുതപ്പെട്ടതും വസിഷ്ഠനെ പ്രധാന കഥാപാത്രമാക്കിയുള്ളതും വസിഷ്ഠനാൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളതുമായ രാമായണം ഉണ്ട്. അത് വസിഷ്ഠ രാമായണം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സംഗ്രഹ രാമായണം എന്ന് മറ്റൊരു രാമായണം, തത്വസംഹിത രാമായണം എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത, അതിൽ ഈ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് തത്വസംഹിതകളും തത്വോപദേശങ്ങളും സാരോപദേശങ്ങളുമാണ് നിറഞ്ഞിരിക്കുന്നത്. അത്ഭുത രാമായണം എന്ന് പറയുന്ന മറ്റൊരു രാമായണമുണ്ട്, അഗസ്ത്യ രാമായണമുണ്ട്, ചന്ദ്ര രാമായണമുണ്ട്, രാമായണമുണ്ട്, അതുപോലെ തന്നെ വേദാന്ത രാമായണമുണ്ട്, ലോമേശ രാമായണമുണ്ട്, വയനാടൻ ചെട്ടി രാമായണമുണ്ട്, വയനാടൻ സീതാരാമായണമുണ്ട്. ഇതിൽ വയനാട് സീതാരാമായണം എന്ന് പറയുന്ന കൃതിയിൽ രാമനേക്കാൾ കൂടുതൽ പ്രാധാന്യം സീതയ്ക്കാണ് എന്നൊരു നിരൂപകൻ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് സീതാരാമായണം, വയനാടൻ സീതാരാമായണം എന്ന് അതിന് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ വയനാട് സീതാരാമായണം എന്നുള്ള പേരുമുണ്ട്. അതുപോലെ തന്നെ കംബോഡിയൻ രാമായണമുണ്ട്, ലാവോസ് രാമായണമുണ്ട്, ഫിലിപ്പൈൻസിലെ മലയ രാമായണം. ഇങ്ങനെ വ്യത്യസ്തമായ രാമായണങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അത് കൂടാതെ ചൈനീസ് ഭാഷയിൽ ഹിഷിയൂച്ചി രാമായണം, ജാംബുദ്വീപിലെ ദശരഥ രാമായണം, ബോധിസ്ഥ രാമായണം എന്നിങ്ങനെ രാമായണം വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാകൃത ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള പൗമ രാമായണവും ജൈന ഭാഷയിൽ എഴുതിയിട്ടുള്ള ബിൽസൂരി രാമായണവും, ഇത് രാമചന്ദ്ര ചരിത്ര പുരാണം എന്നുള്ള രാമായണം, ഒറിയൻ ഭാഷയിൽ സരളാദാസ് എഴുതിയ വിചിത്ര രാമായണം, ഇങ്ങനെ വ്യത്യസ്തമായ രാമായണങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഈ ലോകത്ത് മുഴുവൻ പ്രചരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധേയമായിട്ടുള്ളത് നേപ്പാളി ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള സിദ്ധരാമായണവും സുമോദിയിൽ എഴുതിയിട്ടുള്ള രാമായണ സ്വർണവും, ഇങ്ങനെ കക്കവീൻ രാമായണവും, ഇപ്രകാരം വ്യത്യസ്തമായ രാമായണങ്ങൾ ലോക ഭാഷയിലും എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രാമായണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോൾ പലരും വിമർശനമായിട്ട് എന്നോട് പറഞ്ഞത്, നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടിട്ടുള്ളതുമായ രാമായണത്തിൽ നിന്ന് വ്യത്യസ്തമായ കഥകളൊക്കെ ഞാൻ പറയുന്നുണ്ട്, വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത് ഏത് രാമായണത്തിലാണ് എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രാമായണങ്ങൾ അധ്യാത്മരാമായണം അല്ലാതെ തന്നെ കമ്പരാമായണവും തുളസീദാസ രാമായണവും എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണവും അല്ലാതെ ഏകദേശം 30ഓളം രാമായണങ്ങൾ നമുക്ക് ഭാരതത്തിലും ലോകത്തിലും ഉണ്ട് എന്നറിയുമ്പോഴാണ് രാമായണത്തിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ഇതിലൊക്കെ പ്രധാനപ്പെട്ട നായകന്മാരായിട്ട് വരുന്നത് ചില രാമായണങ്ങളിൽ രാമനേക്കാൾ കൂടുതൽ പ്രാധാന്യം രാവണന് വരുന്നുണ്ട്. അതിൽ ഈ അധ്യാത്മരാമായണത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, അഹോ രൂപം അഹോ സത്യം അഹോ സ്ഥൈര്യം മഹാദ്വിതി അഹോ രാക്ഷസ രാജസ്യ സർവലക്ഷണയുക്തത എന്ന് രാമൻ രാവണനെ കാണുമ്പോൾ പറയുന്നുണ്ട്. അഹോ രൂപ അഹോ ധൈര്യം അഹോ ധൈര്യം എന്ന് പറഞ്ഞ വാക്കുകൾ കൃത്യമായിട്ട് മെമ്മറിയിൽ നിന്ന് പോകുന്നുണ്ട്. അഹോ രാക്ഷസ രാജസ്യ സർവലക്ഷണയുക്തത എന്ന് രാമൻ രാവണനെ കാണുമ്പോൾ പറയുന്നതായിട്ട് അധ്യാത്മരാമായണത്തെ പറയുന്നു. എന്ന് പറഞ്ഞാൽ രാമൻ രാവണനെ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു തലമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇത്തരത്തിൽ വ്യത്യസ്തമായ ബഹുസ്വരതയുടെ സാംസ്കാരിക ഇടങ്ങളുടെ അതോടൊപ്പം തന്നെ സാമൂഹിക കെട്ടുറപ്പിൻ്റെയൊക്കെ കഥ എന്നുള്ള നിലയിലും ഒരു ജനസമൂഹത്തിൻ്റെ ജീവനാഡിയായിട്ട് നിലനിൽക്കുന്ന ഒരു കഥാപാത്രം എന്നുള്ള നിലയിലും ദൈവമായി കരുതുന്നവർ ദൈവമായി തന്നെ കരുതിക്കോട്ടെ എന്ന് കരുതി മുന്നോട്ട് പോകുന്നവരും ഒക്കെ രാമകഥയെക്കുറിച്ചുള്ള ചിന്തകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈ ചിന്തകളിൽ നിന്ന് ഊർജം പങ്കുകൊണ്ടാണ് ഞാൻ വ്യത്യസ്തമായ രാമായണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഈ രാമകഥ പറയുമ്പോൾ ആ രാമകഥയിൽ പുരാണത്തിൽ ഇല്ലാത്ത ചില സാധനങ്ങൾ പറയുന്നു എന്ന വിമർശനത്തിനുള്ള ഒരു മറുപടിയായിട്ടാണ് എത്ര രാമായണം, ഏതൊക്കെ ഭാഷയിൽ രാമായണം എന്നുള്ള ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വ്യക്തത വരുത്തേണ്ട ഭാഗങ്ങൾ ഇനിയും വ്യക്തത വരുത്താവുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും യഥാർത്ഥ രാമൻ ആര് എന്നുള്ള അന്വേഷണം ആരുടെ മനസ്സിലും കുട്ടിക്കൊള്ളുന്ന ദൈവചൈതന്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ രാമകഥാമൃതത്തിൽ രാമായണ കഥ പറയുക, രാമായണത്തെ വ്യാഖ്യാനിക്കുക, രാമായണത്തിലെ സന്ദർഭങ്ങളെ വ്യാഖ്യാനിക്കുക, പറയാത്ത കഥകളെ പറയുക, കാണാത്ത കഥാപാത്രങ്ങളുടെ മാനസിക തലങ്ങളിലൂടെ സഞ്ചരിക്കുക, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത്. അതൊരു പരിധിവരെ വിജയിക്കുന്നുണ്ടോ എന്നറിയുന്നതിൽ സന്തോഷം. നമുക്ക് വീണ്ടും കാണാം. ഏതാണ് യഥാർത്ഥ രാമായണം എന്നുള്ള
ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.